ഹലോ എക്സാമിനർ ഫാമിലി, നമ്മുടെ കൂടെ എന്നുള്ളത് ഉണ്ണിമായാണ്. ഉണ്ണിമായ എക്സാമിനറിൻ്റെ +1 യോധ ബാച്ചിലും അതുപോലെ ഇപ്പോൾ +2 UYARE ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റാണ്. ഉണ്ണിമായക്ക് എന്താണ്, ഉണ്ണിമായ +1 എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഉണ്ണിമായക്ക് കിട്ടിയ മാർക്ക് എത്രയായിരുന്നു? 520-ൽ 520 തന്നെ കേട്ടോ. അപ്പോൾ അതൊരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ്. നിങ്ങൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും അതിലേക്ക് എന്തൊക്കെ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ അതിലേക്ക് പുട്ടിനീതാല ആ ഒരു ഫുൾ മാർക്ക് അല്ലേ, ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ എന്തായാലും കഷ്ടപ്പെടണം. അപ്പോൾ അതെന്തൊക്കെയാണ് ഉണ്ണിമായ ചെയ്തേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിരിക്കും നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിന്ന് കിട്ടാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഉണ്ണിമായക്ക് ഈ റിസൾട്ട് അറിഞ്ഞ സമയത്ത് സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും. എത്ര സന്തോഷം ഉണ്ടായി? സന്തോഷം അങ്ങനെ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴേ ഞാൻ നിങ്ങളെ യൂട്യൂബിലൊക്കെ ഇടായിരുന്നല്ലോ മാർക്കിന്റെ ഒക്കെ. അപ്പോഴേ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോ ഏകദേശം അറിയേനു ഇത്ര ഉണ്ടാവുന്ന്. ഫുള്ള് കിട്ടുമെന്ന് ഇപ്പൊ നമ്മള് ചിലപ്പോ എഴുതിയാൽ തന്നെ ചില സമയത്ത് കുറയാനുള്ള സാധ്യത ഉണ്ടല്ലോ. അതിന് നല്ല സന്തോഷം ഉണ്ടേനു, കുറച്ച് പ്രതീക്ഷയും സന്തോഷവും ഒക്കെ ഉണ്ടേനു. ഓക്കെ, അടിപൊളി. എന്തൊക്കെയാണ് ഉണ്ണിമായ ചെയ്തത് ഈ ഒരു ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്? എന്തൊക്കെയാണ് ഉണ്ണിമായ ചെയ്തത്? ഞാൻ എല്ലാ ദിവസവും എടുക്കുന്നൊക്കെ പഠിക്കാറുണ്ട്. പിന്നെ അന്ന് ആ ദിവസം കഴിഞ്ഞില്ലെങ്കിൽ സൺഡേ ആവുമ്പോ അടുത്ത പോർഷൻസ് എടുക്കുന്നതിന് മുന്നേ അത് തീർക്കാൻ ശ്രമിക്കൂ. പിന്നെ എന്നും എടുക്കുന്ന പഠിക്കാന്നുള്ളതാണ് മെയിൻ ആയിട്ട്. ഓക്കെ, റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? ചില ദിവസങ്ങളിൽ കഴിയാറില്ല, അപ്പൊ സൺഡേ വരുമ്പോ അത് കഴിയാത്ത ഭാഗം അന്നേരം എടുത്ത് പഠിക്കും. ഓക്കെ, എത്ര മണിക്കൂർ പഠിക്കും ഒരു ദിവസം? എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ചോദ്യമായിരിക്കും. ഫുൾ മാർക്ക് കിട്ടിയ ഒരാൾക്ക് ഒരാൾ എത്ര പഠിച്ചിട്ടായിരിക്കും ഒരു ദിവസം, ഒരു ആവറേജ് പറഞ്ഞാൽ? ഫസ്റ്റ് ഒക്കെ നല്ല ഉഴപ്പി കളിക്കേനു. ഫസ്റ്റ് ഇങ്ങനെ എക്സാം ഒന്നും ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ലാസ്റ്റിലേക്കാണ് എക്സാം ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഇപ്പൊ 10th പോലെ അല്ല, അതിന്റെ ഡബിൾ ഉണ്ട് സയൻസ് എടുത്തിട്ട് ഇപ്പൊ പഠിക്കാനുള്ള. ലാസ്റ്റിലേക്ക് ഒരു പേടിയൊക്കെ ഉണ്ടേനു. പിന്നെ എക്സാം അടുത്തുള്ള സമയം ആ 2-3 മാസങ്ങളിലൊക്കെ ഒരു ഫുൾ ടൈം ഒക്കെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഒരുവിധം സമയമൊക്കെ പഠിക്കേനു. അതിന്റെ മുന്നേ ഉള്ള ദിവസങ്ങളിലൊക്കെ ഒരു 4-5 മണിക്കൂറൊക്കെ 5 മണിക്കൂർ പഠിക്കുമായിരുന്നു എന്നാലും എല്ലാ ദിവസവും? ഓക്കെ, അത്രയും പഠിക്കണ്ടേ നല്ല നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും അതൊന്നും കേൾക്കുക. പഠിക്കാണ്ട് പരിപാടി നടക്കില്ല അല്ലേ? കുറച്ച് കഷ്ടപ്പെടാണ്ടും മണിക്കൂർ സ്പെൻഡ് ചെയ്യാണ്ടും പരിപാടി നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എല്ലാവരോടും പറയലുണ്ട്, പഠിക്കുന്നതാണ് നല്ലത്. ലാസ്റ്റിലേക്ക് കൂട്ടി വെച്ചതിന്റെ അനുഭവിച്ചിട്ടുണ്ട് +1 ആണല്ലേ. അപ്പൊ അതും ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ എത്ര മോട്ടിവേഷൻ കിട്ടിയാലും കാര്യമൊന്നുമില്ല, നിങ്ങൾ മണിക്കൂർ പുട്ടിന് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും ഔട്ട്പുട്ട് കിട്ടും അല്ലേ. അപ്പം എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജിയോ എന്തെങ്കിലും ടൈം ടേബിളോ അങ്ങനെ എന്തെങ്കിലും ഫോളോ ചെയ്തോ? ഇത്ര സമയം പഠിക്കും പിന്നെ ബ്രേക്ക് എടുക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ക്ലാസ് ഇങ്ങനെ യൂട്യൂബിൽ എക്സാമിനറിന്റെ കാണലുണ്ട്, പിന്നെ അതൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ തന്നെയാണ്. പ്രത്യേക ടൈം ടേബിൾ ഒന്നും ഇല്ല. ഓരോ ടൈം ടേബിൾ ഉണ്ടാക്കും, അത് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ടൈം ടേബിൾ ഉണ്ടാക്കും, അങ്ങനെ മാറി ഒരാഴ്ച ഉള്ള ആഴ്ചയിലൂടെ മറ്റേ ആഴ്ച ഉണ്ടാവുക. ദിവസം ആ ഒരു ടൈമിൽ പഠിക്കണം എന്നുള്ളതാണ്. ശരി. ഓക്കെ, അപ്പൊ ഉണ്ണിമായക്ക് തോന്നിയിരുന്നു അപ്പൊ എക്സാം കഴിഞ്ഞപ്പം എല്ലാ സബ്ജക്ട്സിലും ഫുൾ മാർക്ക് കിട്ടുന്ന എക്സാം എഴുതി കഴിഞ്ഞപ്പോ തോന്നിയിരുന്നോ? സയൻസ് വിഷയത്തിലുള്ള എല്ലാത്തിലും കിട്ടുന്ന ഒരു ഇതുണ്ടേനു. പിന്നെ മലയാളത്തിലും കിട്ടും. ഇംഗ്ലീഷ് ഇങ്ങനെ എല്ലാരും പറയേനു പഠിച്ചാലും ചിലപ്പോ അതൊരു ലക്കാണ്, കിട്ടണം എന്നുണ്ടാവും. ചിലപ്പോ നമ്മൾ ഫുൾ എഴുതി ഉണ്ടാവും, ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടൂല. അപ്പൊ ഞാനത് പേടിച്ചിട്ട് തന്നെ കുറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഒക്കെ സ്പീഡിൽ എഴുതിണ്ടേനു. കുറച്ച് പ്രതീക്ഷ ഉണ്ടേനു, പോയാലും സങ്കടമൊന്നുമില്ല. ഇംഗ്ലീഷ് അങ്ങനെയാണല്ലോ. എനിക്ക് തോന്നുന്നു കുറെ സ്റ്റുഡൻസിന് ആ ഒരു മാർക്കോ 2 മാർക്കോ ഒക്കെ പോയത് ഈ ഇംഗ്ലീഷിന് മാത്രമാണ്. സയൻസിന് എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും ഫുൾ മാർക്ക് തന്നെയാണ്, പക്ഷെ ഈ ഒരു മാർക്ക് 2 മാർക്കൊക്കെ പോയത് ഇംഗ്ലീഷിൽ തന്നെയായിരുന്നു. ഉണ്ണിമായക്ക് നമ്മൾ മൊത്തം ഓൺലൈൻ ആയല്ലോ അല്ലേ? സ്കൂളിലെ ക്ലാസ് ഓൺലൈനായി, പിന്നെ നമ്മുടെ എക്സാമിൻ്റെ ക്ലാസ് ഓൺലൈനാണ്, എല്ലാവരും ഓൺലൈനാണ്. അപ്പോൾ ഈ ഓൺലൈൻ ഒരു എൻവയോൺമെന്റിൽ പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടോ, അല്ലെ എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഓൺലൈനില് സ്ട്രെസ് ആദ്യമൊക്കെ ഒന്നും ഇങ്ങനെ കട്ടായി കഴിഞ്ഞിട്ട് പിന്നെ കേൾക്കുമ്പോ അതിന്റെ ആ ഫ്ലോ പോയപ്പോ പിന്നെ കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊക്കെ തോന്നി. പിന്നെ വീട്ടില് വൈഫൈ ഒക്കെ കണക്ട് ചെയ്തതിന് ശേഷം അങ്ങനെ കട്ടാവുന്ന പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര പ്രോബ്ലം ഇല്ലായിരുന്നു. ഓക്കെ, സ്വന്തം സമയത്തിന് ഇരുന്ന് പഠിക്കാൻ പറ്റി. ഓക്കെ. എങ്ങനെയാണ് ഉണ്ണിമായ രാവിലെ എണീറ്റാണോ പഠിക്കുക അല്ലെങ്കിൽ രാത്രിയൊക്കെയാണോ പഠിക്കുക? എന്താണ് സമയം? രാത്രി ഒരു
10:30 കഴിഞ്ഞാൽ ഉറക്കം വരും. ഞാൻ രാവിലെ നേരത്തെ എണീച്ചിട്ടാണ് പഠിക്കൽ. അതാണ് നേരത്തെ പഠിക്കാം. ഓക്കെ, ശരി. ഉണ്ണിമായ്ക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് ഭയങ്കര ടഫായിട്ട് തോന്നിയിട്ടുണ്ടോ? ഫിസിക്സ് ഒക്കെ കുറച്ച് ഫിസിക്സ് ആണ് ടഫ്. എന്നിട്ട് ഫിസിക്സ് ടഫായിട്ട് ഫിസിക്സിലും ഫുൾ മാർക്ക് കിട്ടി. അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് പിന്നെയും കുറെ തവണ ചെയ്യാൻ പറ്റാത്ത തന്നെ പിന്നെയും ചെയ്ത് അത് കിട്ടി. ഓക്കെ, അത് എല്ലാവർക്കും ഉള്ള വലിയൊരു മെസ്സേജ് ആയിരിക്കും. കാരണം കുറേ പേര് പറയുന്നത് ഫിസിക്സ് ടഫാണ്, കെമിസ്ട്രി ടഫാണ്, അത് മനസ്സിലാവുന്നില്ല, ഇത് മനസ്സിലാവുന്നില്ല. അവർക്ക് ഉണ്ണിമായാണ് നല്ല എക്സാമ്പിൾ. മനസ്സിലാവുന്നില്ലെങ്കിൽ കഷ്ടപ്പെട്ട് പഠിക്കുക, അല്ലെ? അത് ഫസ്റ്റ് ടഫായി തോന്നി, പിന്നെ ഒരു 5-6 വർഷം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതന്നെ ചെയ്യാൻ തോന്നും. അത് സിമ്പിൾ ആയിട്ട് ഉണ്ടാവും. അത് കുറെ ചെയ്താൽ പിന്നെ ഇഷ്ടമാവും. ഓക്കെ, ശരി. അപ്പം വീണ്ടും ചെയ്യാം, അല്ലെ? അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഉണ്ണിമായ എക്സാമിന് പഠിക്കുമ്പോ നമ്മൾ ആദ്യം തൊട്ട് തന്നെ പഠിച്ചിരുന്നു, അതോ എക്സാം അടുപ്പിച്ച് ഫോക്കസ് ഏരിയ ഒക്കെ വന്ന് ആ ഒരു ചൂട് വന്നപ്പോഴാണോ പഠിക്കാൻ തുടങ്ങിയത്? എങ്ങനെയായിരുന്നു പഠിച്ചത്? ആദ്യമൊക്കെ സ്കൂളില്ലല്ലോ, അപ്പൊ ഫുൾ ഡേ ഉണ്ടല്ലോ, അപ്പൊ ഫുൾ ഇരുന്നൊന്നും പഠിക്കൂല. ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ആയിട്ട് മെല്ലെ, ഒരു ചൂടൊന്നും ഇല്ലാതെയാണ് പോയത്. പിന്നെ ഒരു പകുതി ആയപ്പോഴാണ് എക്സാം ഇല്ല, അങ്ങനെ കളിച്ചപ്പോ ഒരു പേടിയൊക്കെ വന്ന്, എല്ലാരും പഠിക്കുന്നൊക്കെ അറിഞ്ഞപ്പോ. അപ്പൊ ലാസ്റ്റിലേക്ക് നല്ല ഇതിലായിരുന്നു പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ ജൂനിയേഴ്സ് ഇപ്പൊ +1 ജസ്റ്റ് ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുള്ള കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ അവരെ പഠിക്കണമെങ്കിൽ ആദ്യം മുതലേ പഠിക്കണോ, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണോ, അങ്ങനെ അവർക്കൊരു അഡ്വൈസ് ഇപ്പൊ എന്താ കൊടുക്കാനുള്ള ഉണ്ണിമായുടെ സൈഡിൽ നിന്ന്? എനിക്ക് പറയാൻ, നമ്മള് 10th എന്നൊക്കെ എങ്ങനെയായിരുന്നു ലാസ്റ്റിലേക്ക് പഠിച്ചാലൊക്കെ കിട്ടും, അത്രേ ഉള്ളു പോർഷൻസ് എന്ന് വിചാരിച്ചിട്ട് +1 ഇരിക്കാനേ നിൽക്കണ്ട. നമ്മള് ഫസ്റ്റ് തൊട്ടേ പഠിക്കും. ലാസ്റ്റിൽ വെച്ചിട്ട് പഠിക്കാൻ ഞാൻ ശ്രമിച്ചതിന് അവസാനം എന്തൊക്കെയോ ഒരു സങ്കടവും കരച്ചിലൊക്കെ വരുന്നു, തീരില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പൊ ഇപ്പോഴേ കുറച്ച് ടോപ്പിക്സ് എടുക്കുമ്പോ അത് അപ്പൊ തന്നെ പഠിക്കാന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഒന്നും പെൻഡിങ്ങിന് വെക്കാറില്ലല്ലോ ഉണ്ണിമായ? ഇടക്കൊക്കെ ഉണ്ടാവും, എന്നാലും +1 എന്തെങ്കിലും ഇപ്പനെ അങ്ങനെ വെക്കാണ്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഇടയ്ക്ക് നമുക്ക് തെറ്റിപ്പോവാം, അല്ലേ? പക്ഷെ പോളിസി ആയിട്ട് നമ്മൾ അവസാന നിമിഷം പഠിക്കരുത്, അല്ലെ? പോളിസി എല്ലാ ദിവസവും പഠിക്കുന്നതാണോ അറ്റ്ലീസ്റ്റ് അതെങ്കിലും. ശരി. എക്സാമിന്റെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാ ഉണ്ണിമായ്ക്ക് യൂസ്ഫുൾ ആയിരുന്നു എക്സാമിന്? നല്ല ലാസ്റ്റിലേക്കുള്ള ലൈവ് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ എക്സാമിന്റെ ടൈമുള്ളത്, യൂട്യൂബിലുള്ള. അതൊക്കെയാണ് പ്രത്യേകമായിട്ട് ഉപകാരപ്പെട്ടത്. ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് മിക്കതും വന്നത്. അപ്പൊ അത് നല്ലോണം ഉപകാരപ്പെട്ടു. ഓക്കെ, ശരി. ഇപ്പം എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കാണുമ്പോൾ നോട്ട്സ് എടുക്കുവോ? എന്തൊക്കെയായിരുന്നു ചെയ്യല്? ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണോ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ക്ലാസ് കാണുമ്പോൾ? ബുക്കും പെന്നൊക്കെ എടുത്തിട്ട് തന്നെ ഇരുന്ന് ആ ലാസ്റ്റിലേക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഫുൾ എഴുതി വെച്ചിട്ട് എക്സാമിന്റെ തലേന്ന് രാത്രി പോകുമ്പോ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വായിച്ചു വെക്കിയപ്പോ അതന്നെയൊക്കെ വരിക. ചിലപ്പോ നമ്മള് നേരത്തെ കണ്ടിട്ടും കാര്യമില്ലല്ലോ, എക്സാമിന്റെ തലേന്ന് അതൊക്കെ നോക്കി വെച്ചപ്പോ അത് എഴുതാൻ പറ്റുന്നുണ്ട്, ഓർമ്മ ഉണ്ട് ഇതൊക്കെ അന്ന് എടുത്താണെന്നുള്ളത്. അതെല്ലാവർക്കും നല്ലൊരു അഡ്വൈസും ആയിരിക്കും കേട്ടോ. കാരണം കുറേ സ്റ്റുഡൻസ് ഉണ്ണിമായ്ക്ക് അറിയണ്ടാവില്ല, വെറുതെ കയ്യും കെട്ടി ചായയും കുടിച്ചുകൊണ്ട് കാല് കെട്ടിയിട്ട് ക്ലാസ് കേൾക്കുമായിരിക്കും. അതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങളപ്പം ഉണ്ണിമായൊക്കെ ചെയ്യുന്ന പോലെ നോട്ട്സൊക്കെ എടുത്ത് ബുക്കൊക്കെ വെച്ച് എടുത്താലേ എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വെറുതെ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് സിനിമ പോലെ ഒന്നല്ലല്ലോ, അപ്പോൾ വലിയ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊന്നും എല്ലാവരും നോട്ട് ചെയ്യാം. ഓക്കെ, ഉണ്ണിമായുടെ ഫാമിലി പേരൻസും ഒക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നോ? എല്ലാരും നല്ല സപ്പോർട്ട് ചെയ്യുന്നു. TV ഒക്കെ ഓഫ് ആക്കും പഠിക്കാണ്ട് പറഞ്ഞാല്, ഒറ്റ വെക്കുന്നുണ്ട് പറഞ്ഞിട്ട്. ഓക്കെ. സപ്പോർട്ടാണ്. ഇങ്ങനെ കുറച്ച് ടെൻഷനൊക്കെ ആകുമ്പോ സാരില്ല, ഇപ്പൊ ഇനി അത്ര മാർക്ക് പറഞ്ഞാലും അങ്ങനെ ടെൻഷൻ ഒന്നും അടിക്കണ്ട, അതൊക്കെ ഇതാണ് ഭാഗമാണ് പറഞ്ഞ അപ്പൊ നമുക്ക് ഒരു ധൈര്യം ഉണ്ടാവല്ലോ. ഓക്കെ, അങ്ങനെ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിരുന്നു, ഓവർ പ്രഷറൈസ് ചെയ്തില്ല. ഇങ്ങനെ ഇത്ര മാർക്ക് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ പ്രഷർ ഒന്നും തന്നില്ല. അത് തന്നെ ഒരു സുഖമായിരുന്നു, അല്ലേ? അപ്പൊ ടെൻഷൻ അടിച്ചു നടക്കുമ്പോ അത് പറയുമ്പോ പ്രശ്നമില്ല, പഠിക്കാം. ഇവരും കൂടെ പ്രഷർ അടിക്കുമ്പോ നമുക്കൊരു ഇതാണ്, ഇതിങ്ങനെ കൊറേ നീണ്ടുപോയില്ല എക്സാം. ഉണ്ണിമായ്ക്ക് +2 ഒക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? എന്തെങ്കിലും കോഴ്സ് ചെയ്യണമെന്നോ? ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും തീരുമാനിച്ചു. കുഴപ്പമില്ല, സമയമുണ്ടല്ലോ നമുക്ക്. എന്തായാലും ഒരു സംശയമില്ല, ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാനും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും ആ ഒരു ഗോളിലേക്കും എത്തിച്ചേരാൻ ഒരു കഴിവുള്ളത് എവിടെ എത്തിയാലും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും വൺസ് അഗെയിൻ ഞങ്ങൾ ഉണ്ണിമായനെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. ഈ ഒരു അച്ചീവ്മെന്റ് ചെറിയ അച്ചീവ്മെന്റ് ഒന്നും അല്ല, ഈ ഫുൾ മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ലൈഫിൽ ഇനിയും അങ്ങോട്ട് ഇതേപോലെ തന്നെ എങ്ങനെയാണോ ഈ ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പാത്ത് ഫോളോ ചെയ്ത് അതേപോലെ തന്നെ എല്ലാ കാര്യം ചെയ്താൽ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകും കാര്യങ്ങളൊക്കെ.
അപ്പം ഓൾ ദി ബെസ്റ്റ് വിഷ് ചെയ്യുന്നു. അതേസമയം നമ്മുടെ സ്റ്റുഡൻസിനോടും ഒക്കെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, അവർ ശ്രദ്ധിക്കാത്ത, അവർക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ സിമ്പിളായിട്ട് പറഞ്ഞതിനും സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതിനും വലിയ നന്ദി. ഓക്കെ, എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് മോട്ടിവേഷൻ, നിങ്ങളോടാണ് പറയുന്നത്, എല്ലാവർക്കും ഇതൊരു വലിയൊരു മോട്ടിവേഷൻ തന്നെ ആവട്ടെ. വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ല അല്ലേ, ഒരു ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി ഭയങ്കര വലിയ സംഭവം, സിമ്പിൾ കാര്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്താൽ ആ സാധനം അങ്ങോട്ട് പോരും എന്നുള്ള കാര്യം ഉണ്ണിമായ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് അല്ലേ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, സാറ് ക്ലാസ്സിന്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിന് ഓർമ്മ ഉണ്ടോ അറിയില്ല, സാറ് പറഞ്ഞ് നമുക്ക് എത്ര ബുദ്ധി ഉണ്ട് ഉള്ളതിലല്ല കാര്യം, നമ്മൾ എത്ര കഷ്ടപ്പാണ്. എനിക്ക് അത്ര ഒരു ഇങ്ങനെ മാക്സിമം പെട്ടെന്ന് കിട്ടുന്ന കൂട്ടത്തിലല്ല, പക്ഷെ സാറ് പറഞ്ഞപ്പോ നമ്മള് ചെയ്യുന്നതിലാണ് കാര്യം, അല്ലാണ്ട് ചിലവരിങ്ങനെ ബുദ്ധി ഉണ്ടാവുന്ന ഞാൻ അത്ര ചെയ്യണ്ടാലോ വിചാരിച്ചിരിക്കുന്നതിലല്ല കാര്യം. ആർക്കും പറ്റും, എത്ര കഷ്ടപ്പെട്ടാലും ആർക്കും പറ്റും. സാറ് പറഞ്ഞതിന് ശേഷം കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ ഓക്കെ, നല്ല കാര്യം. അപ്പോൾ താങ്ക് യു വൺസ് അഗൈൻ, താങ്ക് യു ഉണ്ണിമായ സോ മച്ച് കേട്ടോ. ശരി, താങ്ക് യു മോളെ.